ഹലോ, അഭിവാദ്യങ്ങൾ. കഴിഞ്ഞ വർഷം 2023 ഡിസംബർ മാസം അവസാനം നടന്ന ഒരു ചടങ്ങിൻ്റെ കഥാവിഷ്കാരമാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കഥ ഊമമാമന് ഉരിയാട ചങ്കൻ. ഈ കഥ നടക്കുന്നത് ചരിത്ര പണ്ഡിതനായ വിഘ്നേശ്വർ വാസവൻ പറഞ്ഞതുപോലെ ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണ് ഈ പിണറായി വിജയൻ എന്നാണ്. ആ പുണ്യ മഹാനുഭാവന്റെ പാദസ്പർശനമേറ്റ വെള്ളരിക്ക പട്ടണത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. നാട്ടരുവികൾ, കട്ടറോടുകൾ നെടുതായി നിരന്നു നിൽക്കും അളിഞ്ഞ മോന്തകൾ. ആണ്ടുതോറും നടത്തി വരാറുള്ള, 2.5 വർഷത്തിലൊരിക്കൽ നടത്തി വരാറുള്ള മിണ്ടാട്ടമില്ലാത്ത സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ പ്രൗഢ ഗംഭീരമായ ആ സദസ്സിലെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഈശ്വര പ്രാർത്ഥന. അതിനോടനുബന്ധിച്ച് ലോക മലയാളികളുടെ മനം കവർന്ന ഒരു മലയാള കവിതയുടെ ചുവടുവയ്പുമായി ഇറ്റാലിയൻ സംഘം. അടിപതരാതെ പോരാടിയ ധീരസഖാവാണ്. കേരളത്തെ ഒന്നൊന്നായി വമ്പൻ പ്രളയം വിഴുങ്ങിയപ്പോൾ രക്ഷയേകി പോറ്റിയില്ലേ മാർക്സിസ്റ്റ് പാർട്ടി. അങ്ങനെ ചടങ്ങ് ആരംഭിക്കാറായി. അപ്പോഴാണ് ഇതിൻ്റെ മെയിൻ കഥാപാത്രങ്ങൾ രംഗപ്രവേശനം ചെയ്യുന്നത്. പരസ്പരം കലിപ്പിലാണെങ്കിലും അവരുടെ മുഖഭാവം കണ്ടാൽ ചില കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഒന്ന് തൊടാനുള്ളിൽ തീരാമോഹം, തീരാമോഹം. അതേപോലെ തന്നെയാണ് ഒന്ന് മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം, തീരാദാഹം. സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞു. ഗവർണർ മുഖ്യനെ ചായ കുടിക്കാൻ വിളിച്ചു. ചായ കുടിക്കാൻ പോയില്ല. അങ്ങനെ ഒരു പരുവത്തിൽ ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് അവിടെ അവസാനിച്ചു. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് കൃതാർത്ഥനായ കൃതഗാത്രനും പിന്നെ ഓട്ടയടയ്ക്കാനും ചോർച്ചയടയ്ക്കാനും ചട്ടിയും സിമൻറ്റുമായിട്ട് നടക്കുന്ന പുതിയ മന്ത്രിയും ചായ കുടിച്ചു. മുഖ്യമന്ത്രി ചായ കുടിച്ചില്ല, പിരിഞ്ഞു. നമ്മുടെ ഗണേശൻ മന്ത്രി വരുന്നുണ്ട്. നമുക്ക് 1-2 കാര്യങ്ങൾ ചോദിക്കാം അല്ലേ? ഹലോ, നമസ്കാരം. അപ്പോൾ എങ്ങനെ സിനിമാ വകുപ്പ് കിട്ടിയിരുന്നെങ്കിൽ 50 രൂപ 60 രൂപ ടിക്കറ്റ് കിടന്ന കേരളത്തിലെ ടിക്കറ്റിനെ 600 രൂപ 700 രൂപ കിടന്ന സിനിമ കാണാൻ പറ്റുന്ന തിയേറ്ററുകളാക്കി മാറ്റിയത് ഞാൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. ആരും പറഞ്ഞില്ലെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾ പറയും ഇയാൾ കൊണ്ടുവന്നതാണ് എന്ന് പറയും. അത് ശരിയാണ്. 1000 രൂപയുടെ കൂലിവേലയും ചെയ്തിട്ട് 700 രൂപയുടെ സിനിമാ ടിക്കറ്റും എടുത്തിട്ട് തിയേറ്ററിൽ വന്ന് കിടന്ന് സിനിമ കാണുമ്പോൾ ഓഹോ എന്ത് സുഖമായിരിക്കും. അപ്പോൾ സാറേ, അപ്പോൾ നമ്മുടെ ഈ ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ ഈ ശമ്പളവും കുടിശ്ശികയും അതപ്പോൾ എങ്ങനെ? അപ്പോൾ 3-ൽ നിന്ന് അത് 10-ലേക്ക് മാറുമ്പോൾ തന്നെ നമുക്ക് ഗുണം കിട്ടും. അത് നല്ല കാര്യമാണ്. കാര്യം ഒരു 3000 രൂപയുടെ കടമൊക്കെ ഉള്ളവർക്ക് 10000 രൂപയായി കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമായി കിട്ടും. അപ്പോൾ എന്താ ഈ ചോർച്ച അടയ്ക്കുമെന്നൊക്കെ പറയണ കേട്ടോ? എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക. പക്ഷേ എന്നാൽ ഈ ചോർച്ചകൾ അടയുമ്പോൾ ഏത് മഴയത്തും നമുക്ക് അന്തസ്സായിട്ട് കുട പിടിക്കാതെ ബസ്സിനകത്തിരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാം. പിന്നെ വേറെന്തൊക്കെ? എല്ലാ ഓട്ടകളും അടയ്ക്കും. എല്ലാ ഓട്ടകളും അടയ്ക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അത് വേറെ ആരും നടപടിയും ഉപദ്രവിക്കലും ഒന്നുമല്ല. അത് കൊള്ളാം, നല്ല കാര്യമാണ്. ഈ ഓട്ട അടച്ചു കഴിഞ്ഞാൽ ഈ ബസ്സിനകത്തുള്ള എലി ശല്യമൊക്കെ അങ്ങ് മാറി കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ഗണേശൻ മന്ത്രിയായി തീർന്നപ്പോൾ നമ്മുടെ KSRTCയുടെ അവസ്ഥ എങ്ങനെയായി തീരും? ഒരു ശുദ്ധജലത്തിൽ
ഒരു ശകലം അഴുക്ക് വെള്ളം കോരി ഒഴിച്ചാൽ മതിയല്ലോ, എല്ലാം കൂടെ ചീത്തയാവും. അതാണ് ഇപ്പോൾ KSRTC പറ്റിയത്. എങ്ങനെ 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 ഇത് അയാളെ ഉദ്ദേശിച്ചാണ്, അയാളെ മാത്രം ഉദ്ദേശിച്ചാണ്, അയാളെ തന്നെ ഉദ്ദേശിച്ചാണ് അല്ലേ ഗണേഷേ? ഇതാ പോണു. എന്തായാലും ശുദ്ധജലത്തിൽ അഴുക്ക് വെള്ളം വീഴാതിരിക്കട്ടെ, കൃത്യമായി ഓട്ടകൾ അടയ്ക്കാൻ കഴിയട്ടെ, കഴിയുന്നതും ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കാതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഗുഡ് ബൈ.